ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു MBC അക്കാഡമി. ഇന്നൊരു ചെറിയൊരു സൈബർ അവയർനെസ് ക്ലാസ് ആണ്. ഫിഷിംഗ് അറ്റാക്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഫിഷിംഗ് നമ്മൾ ഏറ്റവും കൂടുതലും വീഴുന്ന ഒരു അറ്റാക്കാണ് ഫിഷിംഗ് അറ്റാക്ക് അല്ലേ. എല്ലാവരും ഇപ്പം മിക്കവാറും എല്ലാവർക്കും ഫിഷിംഗ് എന്തുവാന്നും ഒക്കെ അറിയായിരിക്കും, പക്ഷേ പ്രായമുള്ളവർക്ക് ഫിഷിംഗ് എന്തുവാന്നും അറിയത്തില്ല. ഫസ്റ്റ് ഫിഷിംഗ് എന്താണെന്ന് വെച്ചാൽ 4 ടൈപ്പ് ഉണ്ട് ഫിഷിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലിക്കിങ് എ ലിങ്ക്. ഇപ്പം ഞാനൊരു ലിങ്ക് ഉണ്ടാക്കി പ്രാക്ടിക്കലി ഞാൻ കാണിച്ചു തരാം. ഒരു ലിങ്ക് ഉണ്ടാക്കി വാട്സപ്പിൽ സെൻഡ് ആക്കുന്നു, നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്കിങ് എ ലിങ്ക്. പിന്നെ ഓപ്പണിങ് എ ഡോക്യുമെന്റ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറയാം, എടാ അതിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ ബേസ് ഫയല് ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി നോക്ക്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എല്ലാം ജസ്റ്റ് ഒന്ന് അലോ ആക്കി കൊടുക്കുക. ഫ്രണ്ടാണെങ്കിലും ഇപ്പം വെളിയിൽ നിന്ന് ഒരു സ്കാമർ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് നിങ്ങളത് ചെയ്തിരിക്കും. കാരണം സൈബർ സെക്യൂരിറ്റി അവയർനെസ് ഇല്ലാത്ത ആൾക്കാർ ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇൻസ്റ്റാളിങ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ നമ്മൾ ഡോക്യുമെന്റ് APK ഫയൽ ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവും. ലൈക്ക് മാൽവെയർ ആവാം, കീലോക്സ് ഒക്കെ ആവാം. അപ്പം നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും അങ്ങോട്ട് ട്രാൻസ്ഫർ ആകത്തുള്ളൂ. പിന്നെ എൻ്ററിങ് ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്സ് ഇൻ ടു എ വെബ്സൈറ്റ് ദാറ്റ് മേഡ് ടു ലുക്ക് ലെജിറ്റിമേറ്റ്. അത് ഇപ്പം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എൻ്റെ അർത്ഥം എന്തുവാന്ന്. ഇപ്പം നമുക്ക് താഴോട്ട് പോവാം. ഇപ്പം തന്നെ ഇപ്പം ഒരു കസ്റ്റമർ സർവീസിൽ നമുക്കൊരു മെസ്സേജ് വരുന്നതാണ്. ഇത് സ്പിയർ ഫിഷിംഗ് എന്ന് പറയും. അപ്പം മെയിൽ അയച്ച് ജസ്റ്റ് ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഞങ്ങൾ വേറൊരു സോഫ്റ്റ്വെയർ തരാം, നിങ്ങളത് ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എക്സ്ട്രാ കാശ് തരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാൾ ആക്കിക്കും നിങ്ങളെല്ലാം എല്ലാ ഫയൽസും അവർക്ക് എടുക്കാനുള്ള രീതിയിൽ നിങ്ങൾ ആക്കി കൊടുക്കും. സോ നിങ്ങളത് ചെയ്യാതിരിക്കുക. ഇപ്പം ടാർഗറ്റ്സ്, ഇപ്പം ഇൻഡിവിജ്വൽസ്. ആ ടാർഗറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വിക്ടിംസ് ആരൊക്കെ ആവണം. ഇപ്പം നിങ്ങൾ ഇൻഡിവിജ്വൽസ്, ഞാനൊരു എംപ്ലോയി ആണ്. അപ്പം ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റാസേ ഉള്ളൂ, ബട്ട് എംപ്ലോയീസിൻ്റെ കയ്യിൽ കുറച്ച് അധികം ഡേറ്റാസ് ഉണ്ട്. അപ്പം കുറച്ചും കൂടെ അവർക്ക് വിക്ടിംസ് ആയിട്ട് അവർക്ക് കിട്ടേണ്ടത് എംപ്ലോയീസിനാണ്. അപ്പം അവർ എംപ്ലോയീസ് നോക്കും. പിന്നെ വാച്ച് റിസ്ക്, കുറേ റിസ്ക് ഉണ്ട്. ഇപ്പം നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലിങ്ക് ഓൾറെഡി അത് ഡ്യൂപ്ലിക്കേറ്റഡ് ലിങ്ക് ആണോ ഒക്കെ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ മനസ്സിലാവുന്നില്ല. എല്ലാം HTTPS ഒക്കെ കിടക്കുവാണെങ്കിൽ തന്നെ അവസാനത്തെ അതിൻ്റെ ഹോസ്റ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി നോക്കിയിട്ട് മാത്രമേ നിങ്ങളത് ചെയ്യാവൂ. ഓക്കെ, നമ്മൾ പതുക്കെ താഴോട്ട് വരാം. ഇതാണ് ഇങ്ങനെ ഇരിക്കും ഫിഷിങ്. ഓക്കെ, കണ്ടോ, മീൻ പിടിക്കുന്ന പോലെ തന്നെയല്ലേ. പിന്നെ നമ്മുടെ തിങ്സ് നമ്മൾ തന്നെ അങ്ങോട്ട് കൊടുക്കുക, നമ്മൾ തന്നെ പണി വാളുക, അത്രേ ഉള്ളൂ ഫിഷിങ്. ഇപ്പോൾ നമ്മൾ താഴോട്ട് സൈബർ ക്രിമിനൽസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അൺഎത്തിക്കൽ ഹാക്കേഴ്സ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. സോ നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നല്ല രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, ഫിഷിങ്ങിനുള്ള എക്സാമ്പിൾ. ഓക്കെ, ഞാൻ ഇവിടെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നത് ZFisher എന്നൊരു ടൂളാണ്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെയാണ്. സോ നിങ്ങൾ ഈ ടൂള് ഇംപ്ലിമെൻറ്റ് ചെയ്യരുത് പ്ലീസ്. അത് ഓൾറെഡി ഞാൻ ക്ലോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് CD ZFisher അടിക്കുക, പിന്നെ ബാഷ് ZFisher.sh. അപ്പം നമ്മുടെ ടൂള് റൺ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ മുമ്പേ വെബ്സൈറ്റ് ലിഗ്മെൻറ്റേഷൻ കാണിച്ചില്ല, അത് ഇവിടെ നടക്കാൻ പോകും. അപ്പം 2 ഇൻസ്റ്റാഗ്രാമാണ് നമ്മൾ ലിഗ്മെൻറ്റ് പോകുന്നത്. പിന്നെ ട്രഡീഷണൽ ലോഗിൻ പേജ് 1. അപ്പം എൻ്റർ അടിക്കുക. പിന്നെ ലോക്കൽ ഹോസ്റ്റ് നമ്മുടെ സെർവറിൽ മാത്രം, നമ്മുടെ ലാപ്പിലെ സെർവറിൽ, കമ്പ്യൂട്ടർ സെർവറിൽ മാത്രമുള്ളതാണ്. Cloudflare ഓട്ടോ ഡിറ്റക്ട് ചെയ്ത് ഇപ്പം മലേഷ്യസ് ലിങ്ക് ആണെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ആയിപ്പോൾ ഒരിക്കലും അത് API കൊടുക്കുകയാണെങ്കിൽ അത് നിലനിൽക്കത്തില്ല. പിന്നെ ലോക്കൽ എക്സ്പോസ് 15 മിനിറ്റ് ഒക്കെ ഉള്ളൂ, ബട്ട് അത് സെക്യൂർഡ് ഇവിടെ. അപ്പം 1 എടുക്കുക. നമുക്ക് വേറെ പോർട്ട് വേണ്ട N. ഓക്കെ, നമുക്കിത് കിട്ടി. ഓപ്പൺ ലിങ്ക്. ഇപ്പോൾ നമ്മുടെ ലിങ്ക് ലോഡായി ഇൻസ്റ്റാഗ്രാമിൽ. ഇത് ഒരു വെബ്സൈറ്റ് ഡ്യൂപ്ലിക്കേറ്റേഷൻ ആണ് എന്ന് പറയുന്നത്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പം ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സോഴ്സ് ക്ലിക്ക് ചെയ്യണം. അപ്പം ജസ്റ്റ് എൻ്റെ പേരടിക്കുക. പിന്നെ നേരത്തെ ഞാൻ ചെയ്ത് വെച്ചോണ്ട് ചുമ്മാ NJN എന്നിട്ട് ലോഗിൻ അടിക്കുക. ലോഗിൻ അടിച്ചിട്ട് ഡോണ്ട് അപ്ഡേറ്റ്, അതൊന്നും ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ പേജിലോട്ട് നിങ്ങൾ പിന്നെ ലോഗിൻ ആവാൻ റെസ്ട്രിക്റ്റ് ചെയ്യുക. ബട്ട് നമ്മളിത് ക്ലോസ് ആക്കി ഇവിടെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഞാൻ അടിച്ചതും എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസർ ID യും പാസ്വേഡ്
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഫിഷിങ് എത്രമാത്രം ഡേഞ്ചറസ് ആണോ. സോ ഇങ്ങനെ കാണുന്ന ലിങ്ക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാതിരിക്കുക, ഒരു ഡോക്യുമെന്റ് നിങ്ങൾ ഓപ്പൺ ആക്കാതിരിക്കുക, ഒരു ഫയൽ ഇൻസ്റ്റാൾ ആക്കാതിരിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.